നിയമങ്ങളുടെ സാങ്കേതിക നൂലാമാലകൾ ഒരു കുടുംബത്തിന്റെ ജീവിതം എങ്ങനെ നരകതുല്യമാക്കുന്നു എന്നതിന്റെ ദയനീയ കാഴ്ചയാണ് തിരുവനന്തപുരം കിളിമാനൂരിൽ. വിഷപ്പാമ്പുകൾ നിറഞ്ഞ പ്രദേശത്ത് ടാർപോളിൻ കെട്ടിമറിച്ച ഒരു കൂരയിൽ അരയ്ക്ക് താഴേക്ക് തളർന്ന അമ്മയും 6 വയസ്സുകാരനായ മകനും കഴിയുന്നത് ജീവൻ കയ്യിൽ പിടിച്ചാണ്. കിളിമാനൂർ പഴയ കുന്നുമ്മൽ പഞ്ചായത്തിലാണ് ഈ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ച. എനിക്കൊരു റൂമെങ്കിലും കെട്ടി അടച്ച് എനിക്ക് എൻ്റെ കൊച്ചിന് ഒരു നേരത്തെ ആഹാരം. ഇരുന്നു നിരങ്ങി മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന 43-കാരി മിനിയുടെ ലോകം ഈ ടാർപോളിൻ ഷെഡിനുള്ളിലാണ്. കൂട്ടിനുള്ളത് ഒന്നുമറിയാത്ത 1-ാം ക്ലാസ്സുകാരനായ മകൻ ആദിത്യൻ മാത്രം. കിളിമാനൂർ പഴയ കുന്നുമ്മൽ പഞ്ചായത്തിലെ 16-ാം വാർഡിലാണ് ഈ അമ്മയും മകനും ദുരിതക്കയത്തിൽ കഴിയുന്നത്. ജന്മനാൽ അരയ്ക്ക് കീഴ്പോട്ട് ചലനശേഷിയില്ലാത്ത മിനിക്ക് 7 വർഷം മുൻപ് അകന്ന ബന്ധുക്കൾ മുൻകൈയെടുത്ത് നടത്തിയ വിവാഹമാണ് ജീവിതം കൂടുതൽ ദുഷ്കരമാക്കിയത്. തികഞ്ഞ മദ്യപാനിയായ ഭർത്താവ്, മാതാപിതാക്കളോ അടുത്ത ബന്ധുക്കളോ ഇല്ലാത്ത മിനിക്ക് ഈ 6 വയസ്സുകാരൻ മാത്രമാണ് ആശ്രയം. വീടിന് ചുറ്റും കാട് പിടിച്ചു കിടക്കുന്നതിനാൽ അണലി ഉൾപ്പെടെയുള്ള വിഷപ്പാമ്പുകൾ ഇവിടേക്ക് ഇഴഞ്ഞെത്തുന്നു. ഇപ്പൊ ഈ ഇടയ്ക്ക് ഇപ്പോൾ ഒരു മാസമായുള്ളൂ ഈ പൂച്ച ഒരു അണലീനെ പിടിച്ച് വെച്ചിട്ട് ഞാൻ കരുതി ചേരയാണെന്ന് പറഞ്ഞാൽ അടുത്ത് ചെന്നപ്പോൾ ഈ മോൻ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ അമ്മ ചേര വന്നിരിക്കുന്നത്. ചെന്നപ്പോഴത്തേക്കും ഒരു സെക്കൻഡ് ആയിപ്പോയില്ലെങ്കിൽ ഈ പാമ്പ് എൻ്റെ കൊച്ചിനെ കടിച്ചതിന് സത്യമായ കാര്യം. കഴിഞ്ഞ ദിവസം ആദിത്യൻ തലനാരിഴയ്ക്കാണ് പാമ്പ് കടിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. വീട്ടിലേക്ക് വരാൻ ഒരു വഴി സൗകര്യം പോലുമില്ലാത്ത കുന്നൻ പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ ഇരു കാലുകൾക്കും സ്വാധീനമില്ലാത്ത മിനിക്ക് പുറത്തേക്ക് പോവുക എന്നത് ഏറെ ബുദ്ധിമുട്ടാണ്. ഭൂമി സ്വന്തം പേരിലല്ല എന്ന ഒറ്റ സാങ്കേതികത്വം പറഞ്ഞാണ് പഞ്ചായത്ത് ഇവർക്ക് വീട് നിഷേധിക്കുന്നത്. കുടുംബ ഓഹരിയായി ലഭിച്ച ഭൂമിയുടെ രേഖകൾ നിയമപരമായി മാറ്റാൻ ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന മിനിക്ക് സാധിച്ചിട്ടില്ല. ഇതിന് വിലയായി നൽകേണ്ടി വരുന്നത് 2 മനുഷ്യജീവനുകളാണ്. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ കുട്ടിയുടെ സ്കൂൾ വാഹനത്തിന്റെ ഫീസ് പോലും നൽകാനാകാതെ ബുദ്ധിമുട്ടുകയാണ് ഈ അമ്മ. നാട്ടുകാരുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഇതുവരെ പിടിച്ചു നിന്നത്. ന്യൂസ് 18 ആറ്റിങ്ങൽ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.